കേരളക്കരയിൽ നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് എയറിലോട്ട് പോണ റിയാസ് സലീം ഇപ്പൊ ചന്ദ്രനും കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുവാണ്. കേരളത്തിലെ കാര്യം നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെണ്ടത്തരം കാണിച്ചാൽ എയറിലോട്ടം കയറ്റി വിടും. ഇപ്പൊ റിയാസ് സലീം ചന്ദ്രനും ചൊവ്വയും കഴിഞ്ഞ് അങ്ങ് എയറിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. തക്കതായ കാരണം കൊണ്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ റിയാസ് സലീം പാകിസ്ഥാൻ ലവർ ബോയ്. ഓക്കെ, സോ ഈ പാകിസ്ഥാൻ ലവർ ബോയുടെ കുഴപ്പമെന്ന് പറയുന്നത് പുള്ളി ലവ്സ് പാകിസ്ഥാൻ. ഓക്കെ, അതായത് പുള്ളിക്ക് പാകിസ്ഥാനിൽ സാധാരണക്കാർ മരിച്ചു വീഴുവാണ്, സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുവാണ്, ഇന്ത്യൻ ആർമി സാധാരണക്കാരെ കൊല്ലുവാണ്. അയ്യോ റിയാസ് സലീം, നിങ്ങൾ ഇന്ത്യക്കാരനോ പാകിസ്ഥാൻകാരനോ? അടുത്ത വണ്ടി കയറി നേരെ പാകിസ്ഥാനിലേക്ക് പോവുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഇന്ത്യൻ ആർമി ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലാറില്ല, തീവ്രവാദികളെ മാത്രമേ കൊല്ലാറുള്ളൂ എന്നുള്ള സത്യം എല്ലാ ആൾക്കാർക്കും ലോകത്തറിയാം. ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് ഒരിക്കലും ഒരു സാധാരണക്കാരനെ കൊല്ലില്ല, ചെയ്യത്തില്ല. തീവ്രവാദികളെ മാത്രമേ കൊല്ലത്തുള്ളൂ. അപ്പോൾ തീവ്രവാദികൾ മരിച്ചപ്പോഴത്തേക്കും റിയാസിന് പൊള്ളി. അപ്പോൾ റിയാസിനെ ഇപ്പോൾ ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ. റിയാസെ ഒന്നെങ്കിൽ നീ അകത്ത് പോകണം, അല്ലെങ്കിൽ നീ പാകിസ്ഥാനിലോട്ട് പോകണം. അപ്പോൾ റിയാസിന് പൊള്ളും. ഓക്കെ, ഭീകരന്മാരെ വധിച്ചാൽ റിയാസിനും പലർക്കും പൊള്ളും ഇവിടെ കേരളത്തിൽ. എന്നിട്ട് കേരളത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യും, ഇന്ത്യയുടെ ഭാഗമായിട്ട് ജീവിക്കുകയും ചെയ്യും. പക്ഷെ അവന് പാകിസ്ഥാനെ തൊട്ട് അവന് പൊള്ളും. ഇത് യുദ്ധസമയമാണ്. യുദ്ധസമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പമാണ് നിൽക്കാറ്. നമ്മൾ നമ്മുടെ ആർമഡ് ഫോഴ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ പാകിസ്ഥാനിലെ കണ്ട ഭീകരന്മാരെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ഭീകരൻ മരിച്ചാൽ നമുക്കെന്ത്? അവർ മരിക്കണമല്ലോ. പെഹൽഗാമിൽ മരിച്ചു വീണത് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരാണ്. റിയാസിനെ പോലുള്ള പൊട്ടന്മാർക്ക് എന്താ മനസ്സിലാകാത്തത്? അപ്പോൾ പാകിസ്ഥാനിലെ ഭീകരൻ മരിച്ചാൽ റിയാസിന് പൊള്ളും. അപ്പോൾ റിയാസ് എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല? റിയാസ്, നീ പാകിസ്ഥാനിലോട്ട് പോകണം. നിന്നെ എയറിലേക്ക് വിടുന്നില്ലേ? ആ എയറിലേക്ക് റോക്കറ്റ് വളച്ചിട്ട് നീ പാകിസ്ഥാനിൽ പോയി വീഴണം. എന്നിട്ട് അവിടെ നീ ജീവിക്കണം. ഇന്ത്യയിൽ നീ കാലുകുത്തി നിൽക്കരുത്. അപമാനമാണ് ഈ നാടിന്. റിയാസ് എന്ന പാകിസ്ഥാൻ ലവർ ബോയിനെ പോലെ തന്നെ ഇന്ത്യയിൽ മറ്റു കുറേ പാകിസ്ഥാൻ ലവർ ബോയ്സും ലവർ ഗേൾസും ഉണ്ട്. അവർക്കൊക്കെ പാകിസ്ഥാനിലെ ഭീകരന്മാരെ വധിച്ചാൽ അവർക്ക് പൊള്ളും. സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയും ചെയ്യും. കാരണം അവരുടെ പ്രിയ സഹോദരന്മാരാണ് പാകിസ്ഥാനി മരിച്ചു വീഴുന്ന ഭീകരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ പെഹൽഗാമിൽ മരിച്ചു വീണത് നമ്മുടെ സഹോദരന്മാരൊന്നും അല്ലായിരിക്കും അല്ലേ? കാരണം ഇവരങ്ങനെയാണ്. കാരണം ഇവർക്ക് ഇപ്പം നമ്മുടെ റിയാസിനൊക്കെ ഇവിടെ പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്ന ഭീകരരെന്ന് പറഞ്ഞാൽ റിയാസിന് സങ്കടമാണ്, റിയാസിന് പൊള്ളുവാണ് ഉള്ളിൽ. അതിൽ റിയാസ് സ്റ്റോറി ഇട്ടത്. അതുപോലെ വേറൊരു പെണ്ണുപിള്ളയുണ്ട്, പുള്ളിക്കാരത്തെയും സ്റ്റോറി ഇട്ടത് ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റിലാണ്. അതായത് അവർക്കും ഈ പാകിസ്ഥാനിലെ ഭീകരന്മാരാണ് അവരുടെ സഹോദരന്മാർ. അപ്പോൾ പെഹൽഗാമിൽ മരിച്ചത് നമ്മുടെ ആരും അല്ലായിരിക്കും അല്ലേ? എടോ, നമ്മൾ ഇന്ത്യക്കാരാണ്. ഓരോ ഇന്ത്യക്കാരനും എൻ്റെ സഹോദരനാണെന്നാണ് നമ്മൾ പ്ലെഡ്ജ് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മരിച്ചു വീഴുമ്പോഴത്തേക്കും അവരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു ഭീകരവാദികളുടെ രാജ്യം, ഓക്കെ, ഭീകരവാദികളുടെ രാജ്യത്തുള്ള ഭീകരവാദികൾ മരിച്ചു വീഴുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി കരയാനും അവർക്ക് വേണ്ടി സ്റ്റോറി ഇടേണ്ട നാണം ഉണ്ടോടാ നിനക്ക്? നിൻ്റെയൊക്കെ മുഖത്ത് ചാണകം വാരി തേക്കണം. നിന്റെ മാത്രമല്ല, നിന്നെ പോലുള്ള ഒരുപാട് ലവർ ബോയ്സും ലവർ ഗേൾസും ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആയിട്ട്. ഒരുപാട് പാകിസ്ഥാൻ ലവർ ബോയ്സും പാകിസ്ഥാൻ ലവർ ഗേൾസും ഉണ്ട്. അതിൽ പലതും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക, റിയാസിനെ വിട്ടുപോലെ റോക്കറ്റിൽ കയറിയിട്ട് നിങ്ങൾ പാകിസ്ഥാനിൽ പോയി വീഴുക, നിങ്ങൾ പാകിസ്ഥാനിൽ ജീവിക്കുക. നിങ്ങൾക്കതേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇത്ര നല്ലൊരു ഇന്ത്യ എന്ന് പറഞ്ഞ നല്ലൊരു രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് കണ്ട ഭീകരവാദികളുടെ രാജ്യത്ത് പോയി ജീവിക്കുക, ബോംബ് പൊട്ടിച്ചാവാം എപ്പോഴേലൊക്കെ. ഞാൻ പറഞ്ഞുകൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വെസ്റ്റേൺ കൺട്രീസിൽ കണ്ടുവരുന്ന വോക്കിസം അല്ലെങ്കിൽ വോക്ക് ഐഡിയോളജി, അതിപ്പോൾ ഇന്ത്യയിലും വളർന്നു വരുന്നുണ്ട്. റിയാസൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റിയാസ് എന്ന് പറയുന്നത്. ഈ വോക്കിസത്തിൻ്റെ LGBTQ കമ്മ്യൂണിറ്റി, ഓക്കെ, അതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് എന്തും വിളിച്ചു പറയാം. LGBTQൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ എന്തും വിളിച്ചു പറയാമല്ലോ. വോക്ക് മെൻറ്റാലിറ്റിയാണ്. അതായത് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ സംഭവത്തെ എടുത്തിട്ട് വളച്ചൊടിച്ച് ഇവരുടെ രീതിയിലേക്ക് ആക്കി മാറ്റും. എന്തും വിളിച്ചു പറയാം, എന്തും ചെയ്യാം, എന്തും പോസ്റ്റ് ചെയ്യാം. എൻഡ് ഓഫ് ദ ഡേ അയ്യോ പാവം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലേ, ഞങ്ങൾ ഇത് ചെയ്തു അത് ചെയ്തു, അയ്യോ പിന്നെയാണ് മനസ്സിലായത് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ. തെറ്റുപറ്റിപ്പോയെന്ന് അംഗീകരിക്കത്തോളില്ല, കേസാകുമ്പോഴത്തേക്ക് കള്ളം പറയുന്നതാണ്. വോക്കിസം എന്ന് പറയുന്നത് എന്താണ്? ഇവർ ഈ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ എടുത്തിട്ട് മോശമായിട്ട് ഉപയോഗിക്കും, ഇവരുടെ രീതിക്ക് ഉപയോഗിക്കും. ഈ LGBTQ കമ്മ്യൂണിറ്റിയും വോക്കിസും ഒക്കെ അങ്ങനെയാണ്. അതായത് ഒരു ടോക്സിക് കമ്മ്യൂണിറ്റിയാണ് ഇവർ. അപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് റിയാസിനെ പോലുള്ള ഈ ആക്ടിവിസ്റ്റ് മെൻറ്റാലിറ്റികളും കുറേ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ. അതായത് ലോകത്ത് എവിടെ എന്നാ പറ്റിയില്ല അവർക്ക് അങ്ങോട്ടൊക്കെ ഓടിച്ചത് ഭയങ്കര സഹതാപവും കരച്ചിലൊക്കെയാണ്. ഇന്ത്യയിലെ സഹോദരന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വിഷമവും ഇല്ല. പെഹൽഗാമിൽ മരിച്ചപ്പോഴത്തേക്കും ആർക്കും റിയാക്ട് ചെയ്യണ്ടായിരുന്നല്ലോ. പാകിസ്ഥാനിലെ കുറേ ഭീകരന്മാരെ കൊല്ലുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം വോക്കിസോ തലയ്ക്കകത്ത് വോക്കിസം, LGBTQ സെറ്റപ്പ് കാര്യങ്ങൾ. ഇനിയിപ്പം വോക്ക് മെൻറ്റാലിറ്റിയെ പറ്റി പറഞ്ഞു, LGBTQനെ പറ്റി പറഞ്ഞു എന്നും പറഞ്ഞ് ഞാൻ ഗേ ആയിട്ടുള്ള ആൾക്കാരെയും ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരെയും ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ അവമാനിച്ചെന്ന് കരുതണ്ട. ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഈ കമ്മ്യൂണിറ്റി അല്പം ടോക്സിക് തന്നെയാണ്.
ഇവർക്കൊരു തോന്നലുണ്ട്. ഈ മീൻസ് ഈ വോക്ക് ഐഡിയോളജി ഉള്ളവർക്കൊരു തോന്നലുണ്ട്, അവർ പറയുന്നതെല്ലാം സത്യമാണ്, അവർ പറയുന്നതെല്ലാമാണ് സത്യം, നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, അവർക്കെല്ലാം അറിയാം എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. ആ ഒരു തോന്നലിൽ വെച്ചിട്ടൊക്കെ തന്നെയാണ് റിയാസ് ഇതിനെപ്പറ്റിയൊക്കെ അടിച്ചു വിട്ടേക്കുന്നത്. മീൻസ് പാകിസ്ഥാനിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുക, ഭീകരന്മാരെ കൊന്നത്, ഭീകരന്മാരാണ് റിയാസിൻ്റെ പാവപ്പെട്ട, അയ്യോ പാകിസ്ഥാനിലെ പാവം കുഞ്ഞുങ്ങളാണ്, ആട്ട തിന്നാൻ പോലും ഗതിയില്ലാത്ത പാവങ്ങളാണ് എന്ന് പറഞ്ഞത്. ഈ ഭീകരന്മാരെ വരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അവിടെ മനസ്സിനെ എന്താണ് അതുപോലെ ട്രാൻസ്ഫോം ചെയ്തു വോക്കിസം. സീരിയസ്നെസ് ഇല്ല, സെൻസ് ഇല്ല, എന്തൊക്കെയോ പറയും. ഈ ഓൺലൈൻ കൾച്ചറിന് വേണ്ടി എന്തൊക്കെയോ പറയുക, കുറച്ച് ട്വീറ്റ്സ് ഇടുക, കുറച്ച് സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുക. വോക്ക് മെൻറ്റാലിറ്റി അങ്ങനെയാണ് ഇവർ ട്രെയിൻ ചെയ്തേക്കുന്നത്. സോ ഈ വോക്കിസം കൂടി ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കണം നമ്മുടെ സമൂഹത്തിൽ. വോക്ക് മെൻറ്റാലിറ്റി ഇവിടെ വരരുത്. വി ആർ സ്ട്രോങ് പീപ്പിൾ, ഓക്കെ. നമുക്ക് സ്ട്രോങ് മൈൻഡ്സ് ആണുള്ളത്. വി ആർ ഇന്ത്യൻസ്, വി ആർ സ്ട്രോങ്, ഓക്കെ. ഈ പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സിനെയും പാകിസ്ഥാൻ ലവർ ബോയ്സിനും നമുക്ക് വേണ്ട. നമുക്ക് യഥാർത്ഥ ഇന്ത്യക്കാരെ മതി, പീപ്പിൾ ഹു റെസ്പെക്ട് ദ മദർലാൻഡ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇത് റിയാസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ യൂത്തിൻ്റെ മെൻറ്റാലിറ്റിയാണ്. ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മീം വാർ ഉണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ ട്രോൾ വാർ ഉണ്ട്. അതായത് ഇന്ത്യൻ യൂത്തും പാകിസ്ഥാൻ യൂത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ അടിച്ച് കളിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ സംസാരിക്കുന്നുണ്ട്, ഇവർ ചാറ്റ് ചെയ്യുന്നുണ്ട്, ഇവർ കമ്പനിക്കാരാവുന്നുണ്ട്. അതായത് എല്ലാവരും അല്ല, കുറച്ച് ആളുകളൊക്കെ ഈ മീംസ് അയക്കുന്നവരും ട്രോൾസ് അയക്കുന്നവരൊക്കെ. സോ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇവർക്ക് സീരിയസ്നെസ് അറിയത്തില്ല. ഇതിൻ്റെ പെഹൽഗാമിൽ മരിച്ചു വീണ ആൾക്കാരുടെ കാര്യം പോലും അവർക്ക് അറിയത്തില്ല. അവർ ചുമ്മാ പാകിസ്ഥാൻ പിള്ളേർക്ക് ട്രോൾ അയക്കുന്നു, അവന്മാരിങ്ങൾ ട്രോൾ അയക്കുന്നു, കുറേ മീംസ് അയക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി, റീൽസിലുണ്ട് ഈ ഒരു സംഭവം കാണാൻ പറ്റും. ഈ എന്താണ് ഈ മീം ഫൈറ്റ്, മീം വാർ, പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. സോ നമ്മുടെ യൂത്തിന് സീരിയസ്നെസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ സീരിയസ്നെസ്. രണ്ട് രാജ്യങ്ങൾ അവർ വാറിലാണ്, അവരൊരു അവർ കൺഫ്ലിക്റ്റിലാണ്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറ്റാതെ അവിടെ മീമും ട്രോളും അടിച്ചിട്ട് അതൊരു വാറാണ്, ഓക്കെ. ഇന്ത്യ പാകിസ്ഥാൻ ട്രോൾ വാറാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് കമൻറ്റിൽ പാകിസ്ഥാൻകാരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പാകിസ്ഥാൻകാർ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്ന്. അത് ഈ അവസരത്തിൽ പറയാൻ പാടില്ലല്ലോ. ഇതൊരു വാർ ടൈമാണ്. വാർ ടൈമിൽ പറയാൻ പറ്റിയ കാര്യങ്ങളാണത്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തിനൊപ്പം മാത്രം നിൽക്കുക, നമ്മൾ നമ്മുടെ ആർമഡ് ഫോഴ്സിനോടൊപ്പം മാത്രം നിൽക്കുക. അല്ലാതെ കണ്ടവൻ്റെ രാജ്യത്ത് ആട്ടയാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പാവം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയെന്ന് കരുതരുത്. കാരണം ഭീകരന്മാരെ മാത്രമേ ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് കൊല്ലുന്നുള്ളൂ എന്നുള്ള വാസ്തവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ റിയാസ് സലീമിനൊക്കെ അത് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ റിയാസ് സലീം ഈ വോക്ക് മെൻറ്റാലിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ അറിയാമെങ്കിലും ഈ ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ അങ്ങ് പോകും. കാരണം വോക്കാണല്ലോ, മൈൻഡ് സെറ്റ് മുഴുവൻ വോക്കാണ്. അപ്പം എത്ര കേട്ടാലും ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്തോടെ അങ്ങ് പോകും. അപ്പോൾ പുള്ളിക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ റോക്കറ്റിൽ കയറി നേരെ പാകിസ്ഥാനിൽ പോയി ഇറങ്ങുക, പാകിസ്ഥാനെ ജീവിക്കുക. അതുപോലെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ലവർ ബോയ്സും പാകിസ്ഥാൻ ലവർ ഗേൾസും റിയാസിൻ്റെ കൂടെ പ്ലെയിനെ കയറിയിട്ട് അല്ലെങ്കിൽ റോക്കറ്റെ കയറിയിട്ട് പാകിസ്ഥാനിൽ പോയി ജീവിക്കുക. അതാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് പാകിസ്ഥാനിലെ ആട്ട കഴിക്കുന്നുണ്ടോ, പാകിസ്ഥാനിലെ കുഞ്ഞു മക്കൾക്ക് ആട്ട കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ഭീകരർ വീഴുവാണോ, അല്ലെങ്കിൽ അവർ മരിച്ചു വീഴുവാണോ എന്നുള്ള ഭയമാണല്ലോ നിങ്ങൾക്ക്. സോ നിങ്ങൾ പാകിസ്ഥാനിൽ പോയി ജീവിക്കുക, റിയാസിനെ കൂട്ടിക്കോ, നിങ്ങളുടെ മേധാവ് റിയാസാ, കൊണ്ടുപോകും. ഇത്രയും പറഞ്ഞുകൊണ്ട് റോക്കറ്റിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റിയാസിന് ഒരു ബൈ കൊടുത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട്. എസ്പെഷ്യലി വോക്ക് മെൻറ്റാലിറ്റിയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇനിയും പറയാനുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.